നമ്മളിപ്പോൾ രാജ്യത്ത് ദോശമാവ് പൊങ്ങില്ലേ, അവനിൽ ലൈറ്റ് ഇട്ട് വെക്കാതെ തന്നെ നിറഞ്ഞു തുളുമ്പി പോയത് കണ്ടില്ലേ? നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ദോശമാവിന്ന് 1 സ്പൂൺ പുളിമാവ് ഒഴിച്ചു വെച്ചാൽ മതിയേ. ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ ഷെഫ് മാത്രമാണ്. ആദ്യം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെക്കും. അത് കഴിഞ്ഞ് ഓൾറെഡി ഇവിടെ എല്ലാം ദോശമാവെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കാലാവസ്ഥ ആണെങ്കിൽ ഭയങ്കര മൂടി കെട്ടിയിരിക്കുവാണ്. നമ്മുടെ മെറ്റേറിൻ്റെ കാലാവസ്ഥ പ്രവചനം കറക്റ്റ് ആകട്ടോ. ഇവിടുത്തെ വാട്ടർ അതോറിറ്റി ആണെങ്കിലോ പുഷ്കരൻ, പ്രധാനമന്ത്രിക്ക് പറയുന്നത് ടീഷക്. പ്രധാനമന്ത്രിയുടെ പേരും എഴുതുന്നത് മൈക്കിൾ എന്നാണെങ്കിലും ഐറിഷ് പ്രൊനൗൺസിയേഷൻ ആണ് വരുന്നത് മീഹോൾ മാർട്ടിൻ. ഉപപ്രധാനമന്ത്രി ടോണിഷ്ട, അത് സൈമൺ ഹാരിസ്. ഇതൊക്കെ നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഐറിഷ് വാക്കുകളാണ് കേട്ടോ. എല്ലാം എഴുതുന്നത് ഇംഗ്ലീഷിലാണെങ്കിലും അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു പ്രൊനൗൺസിയേഷനാണ് ഐറിഷ് വരുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ച് ആവ് വരാൻ തുടങ്ങിയപ്പോഴത്തേനും മാത്രം ഇവിടെ ഇഡ്ഡലിക്കുള്ളതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. സ്റ്റീം വന്നു കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാൻ വെച്ചാൽ നല്ല പൂ പോലത്തെ മൃദുവായി ഇഡ്ഡലി കിട്ടുവേ. അതിനിടയ്ക്ക് ചുമ്മാ പുറത്തേക്ക് നോക്കിയപ്പോൾ തന്നെ നമ്മുടെ ഒരു കുഞ്ഞു ബേർഡ് ഹൗസ് താഴെ വീണ് കിടക്കുന്നേ. കാറ്റടിച്ച് വീണതാണേ. അതിനകത്ത് നമ്മൾ കുഞ്ഞു സീഡ്സ് ഒക്കെ ഇട്ട് വെക്കുമ്പോഴത്തേനും ഈ കുഞ്ഞുകിളികളൊക്കെ വന്നിരുന്ന് കഴിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ മോളാണെങ്കിൽ പശ പൊട്ടിപ്പോയേ. അതിനെ അപ്പ വരുമ്പോഴേക്കും തിരിച്ചൊട്ടിച്ച് വെച്ച് ഫിക്സ് ചെയ്ത് വെച്ചോളൂ. 12 യൂറോ എന്തോ ആയിരുന്നേ ഇത് മേടിക്കാനേ. അതെടുത്ത് വെച്ചിട്ട് നമ്മൾ തിരിച്ചു വന്ന് നോക്കിയപ്പോഴത്തേനും വീട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം ഇച്ചിരി ഓവറായിട്ട് കോരി ഒഴിച്ചിട്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. നമ്മുടെ ചെറിയ ഇഡ്ഡലി പാത്രം ആയതുകൊണ്ട് ഒരു സമയം 9 ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നേ. അതുകൊണ്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ട വന്നില്ല. പിന്നെ ഇഡ്ഡലി തട്ടിൽ നമ്മൾ ബട്ടറാണ് തേക്കുന്നത്. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ കൈകൊണ്ട് ഇളക്കിയെടുത്താൽ തന്നെ ഇഡ്ഡലി അങ്ങ് പോരും. എനിക്ക് മാത്രം മീനുവിനും കഴിക്കാനായിട്ട് ഈ ഒരു സെറ്റ് മാത്രം ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള മാവെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കാനുള്ള പരിപാടിയാണ്. മീനുവിന് ഇതുപോലെ നമ്മൾ ഒരു ഇഡ്ഡലിയൊക്കെ കയ്യിൽ കൊടുത്താൽ അവൾ തന്നെ അവിടെ ഇരുന്ന് കാലുമൊക്കെ നീട്ടി വെച്ചിരുന്ന് കഴിച്ചോളും. പക്ഷേ വലിയ പിള്ളേർക്ക് അങ്ങനെയല്ലല്ലോ. ആദ്യത്തെ കൊച്ചിനെ നമ്മളങ്ങ് പാമ്പർ ചെയ്ത് നശിപ്പിച്ച് വെച്ചേക്കുമല്ലേ. അവർക്ക് വായി വെച്ച് കൊടുക്കണം കഴിക്കാൻ. പിന്നെ മേഡത്തിന് ഇടയ്ക്കൊരു കണ്ണ് വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊമ്പത്ത് കയറി നിൽക്കും. അത് കഴിഞ്ഞപ്പം പൈസ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പാട് വാഷിങ്ങിനിട്ട തുണിയെല്ലാം നമ്മൾ മെഷീനിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ 8 മണി വരെ കറണ്ട് ചാർജ് കുറവായതുകൊണ്ടാണ് നേരത്തെ ഇട്ടിട്ട് പോകുന്നത്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറി വെക്കാനുള്ള പരിപാടിയായി. ഓൾറെഡി ഫ്രീസറിൽ നിന്ന് മീൻ എടുത്ത് വെച്ചിട്ടായിരുന്നു പൈസ പോയത്. അപ്പോഴേക്കും പതുക്കെ മഴ തൂളാൻ തുടങ്ങി. മാത്തൻ്റെ വണ്ടി സാധനങ്ങളൊക്കെ എടുത്ത് ഗാർഡൻ ഷെഡിൽ കയറ്റി വെക്കുവാണേ. ഈ ഗാർഡൻ ഷെഡ് നമ്മൾ തന്നെ പെയിന്റ് അടിച്ചെടുത്തതാണ്. ഇത് സേജ് ഗ്രീൻ എന്ന് പറയുന്ന കളറാണ്. നല്ല രസമില്ലേ? ഇവിടെ ആപ്പിൾ ട്രീയിൽ അവിടെ എവിടെയും 2-3 ആപ്പിൾ ഒക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. ഇത് മേടിച്ച് വെച്ചിട്ട് 2 വർഷമായിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ 2 പേരുടെയും കുഞ്ഞുക്കപ്പിലെ ഞാൻ എൻ്റെ കോഫി കൂട്ടി ഇച്ചിരിച്ച ഒഴിച്ചു കൊടുത്തു. അവർക്ക് എപ്പോഴും അങ്ങനെ കോഫിയൊന്നും കൊടുക്കാറില്ല. വല്ലപ്പോഴും ഇച്ചിരി തരാമെന്ന് ചോദിക്കുമ്പോൾ കൊടുക്കും. അവൾക്ക് കിട്ടിയ കോഫി ഒറ്റ വലിക്ക് കുടിച്ചു കഴിഞ്ഞിട്ട് ചേട്ടായുടെ കയ്യിലേക്ക് കപ്പ് കൊടുത്തേ. എന്നിട്ട് ചേട്ടായി ആണെങ്കിൽ അത് പാവം മേടിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇച്ചിരി കോഫി പിന്നെ അവൾക്ക് ഒഴിച്ചു കൊടുത്തേ. അവൾ താങ്ക് യു ബേബി എന്നും പറഞ്ഞ് അതും മേടിച്ച് കുടിച്ചു. മിന്നുട്ടി അവനെ വർത്താനം പറയുമ്പോഴൊക്കെ വിളിക്കുന്ന ബേബി എന്നാണേ. ഈ മീൻകറി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. ഈ സാമണാണെങ്കിൽ വലിയ ടേസ്റ്റ് ഒന്നും പിടിക്കുകയില്ലാത്തതുകൊണ്ട് നമ്മൾ കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയാണ് നമ്മൾ മെയിനായിട്ട് ഇടുന്നത്. സവോള വലിയ കാര്യമായിട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇച്ചിരി കുടമ്പുളി എടുത്തിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. യൂട്യൂബിൽ കാണുന്ന ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മീൻകറികളൊക്കെ ഉണ്ടാക്കി പഠിച്ച് അവസാനം നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതിനാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് മനസ്സിലായി. ഇനിയിപ്പം നമ്മുടെ ഫ്രീസറിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സിപ്ലോക്ക് ബാഗിൽ വെച്ചിരിക്കുന്ന കറിവേപ്പില ഇരിപ്പുണ്ടായിരുന്നു. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ചമുളകാണ്. 3 മാസമായിട്ട് ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട്. പിള്ളേർക്ക് കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇടാറില്ലേ. ഈ ചട്ടി വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇച്ചിരി കടുക് ഉലുവ ഇടാം. എൻ്റെ കിച്ചണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഇതാണ്. നമ്മുടെ കുക്ക് ടോപ്പിൻ്റെ തൊട്ട് താഴെ തന്നെ കബോർഡ്സ് സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് അവിടെയാണ് നമ്മൾ പൊടികളും അത്യാവശ്യം എടുക്കേണ്ട എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് വേണ്ട സാധനങ്ങൾ അപ്പം എടുത്തിട്ട് കുക്കിംഗ് ഫാസ്റ്റായിട്ട് നടക്കുവേ. ഈ കടുക് ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കണേ. ഇഞ്ചി കുറവേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ കഴിക്കും. പിന്നെ സവോള ഉപ്പും കൂടെ ഇട്ട് ചെറുതീയിൽ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. അപ്പോഴേക്കും അത്രയും നേരത്തെ കളിയുടെ വിശേഷം പറയാൻ മാത്രമെത്തിയേ. അപ്പോഴേക്കും ചെറുതയിലിരുന്ന് സവോള നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില എടുത്തിടുക. നാട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോൾ നിർബന്ധമായിട്ടും കൊണ്ടുവരുന്ന സാധനങ്ങളിലൊന്നാണ് കേട്ടോ കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ. അത് വിട്ടൊന്ന് വഴറ്റിയെടുത്താൽ ഇനി പൊടിയൊക്കെ ഇടാം. കോട്ടയം മീൻകറി നമ്മൾ ഒരുപാട് പൊടികളൊന്നും ഇടുന്നില്ല. ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രം. അതിൽ തന്നെ മല്ലിപ്പൊടി വളരെ കുറച്ചേ ഇടുള്ളൂ, അല്ലെങ്കിൽ അധിക ദിവസം ഇരിക്കുകയില്ല, പെട്ടെന്ന് കേടായി പോകും. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതാകുമ്പോൾ തന്നെ നല്ല കളറും കിട്ടും, അധികം എരിവും ഉണ്ടാകില്ല. ഫിഷ് മസാലയൊക്കെ എന്നല്ല ഉണ്ടായത്. അതിന് മുമ്പ് നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കി തന്ന മീൻകറിക്കൊക്കെ എന്ത് ടേസ്റ്റ് ആയിരുന്നു. പൊടിയിട്ടിട്ട് കരിഞ്ഞു പോകാതെ ചെറുതീയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണം മാറണം എന്നൊക്കെ പറയും. അത് കുറേ നമ്മൾ കുക്ക് ചെയ്ത് ഒരു ശീലമായി കഴിയുമ്പോഴത്തേനും നമ്മളത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കും. അത് കഴിയുമ്പോഴത്തേനും കുടംപുളി വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് തിളയ്ക്കാൻ വിടുക.
തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് മീൻ കഷ്ണം എടുത്തിടുക. തീർന്നു. അതിനിടയ്ക്ക് എൻ്റെ കിച്ചണിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു സാധനം കാണിച്ചു തരാവേ. ഇതൊരു റൈസ് ഡിസ്പെൻസറാണ്. ഒരു 10-11 കിലോ അരി വരെ ഇതിനകത്ത് കൊള്ളുവേ. നമ്മൾ 10 കിലോ ചക്ക മേടിക്കുന്നത്. അപ്പം ഇതിനകത്ത് കൊണ്ടിട്ട് വെച്ചിട്ട് അതേണ്ട ആവശ്യത്തിനുള്ള സാധനം ഇങ്ങനെ ഡിസ്പെൻസ് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാണ്. ഇതിൻ്റെ ഡിസൈൻ നല്ല സ്ലീക്ക് ആയതുകൊണ്ട് അതൊരു കോർണറിൽ അങ്ങനെ ഇരുന്നോളും. നമ്മൾ അരി ഇടുന്നത് ഇങ്ങനെ മുകളിൽ തുറന്നിട്ടാണ്. ആമസോണിൽ നിന്നായിരുന്നു ഞാനൊന്ന് മേടിച്ചത്. അതുകൊണ്ട് അപ്പോഴേക്കും നോക്കി നിന്ന് നേരം കൊണ്ട് സാമ്പാർ റെഡിയായേ. അപ്പോൾ നമ്മൾ തീ ഒന്ന് നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഇനി ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം, എണ്ണ തെളിയുന്നവരെ. നമ്മളത് ഇളക്കത്തില്ല, ഇതുപോലെ ഒന്ന് ചട്ടി ചുറ്റിച്ചെടുക്കത്തേ ഉള്ളേ. ഞാനെന്തോ കൂലങ്കഷമായിട്ടൊരു കാര്യം ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോയിൽ ഇങ്ങനെ റാൻഡമായിട്ട് മീൻചട്ടി കാണിച്ചപ്പോഴത്തേനും ഒരു അമ്മച്ചി കമൻറ്റ് ഇട്ടായിരുന്നു, എന്തൊക്കെ പറഞ്ഞാലും ടഫ്ലോണ്ട പാത്രത്തിൽ മീൻ വെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ലെന്ന്. നമുക്ക് യോജിപ്പില്ല, ഇൻഡക്ഷൻ കുക്ക് ടോപ്പായി പോയി, എന്ത് ചെയ്യാനാ. അതിനിടയ്ക്ക് മീൻകറി അവിടെ ഇരുന്ന് തിളച്ച് നല്ലപോലെ സൈഡിൽ കൂടെ തേണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ്. ഇതാണ് അതിൻ്റെ കറക്റ്റ് കുക്കായ പാകം. നല്ല എരിവും പുളിയൊക്കെയുള്ള മീൻകറി റെഡി. ഇതവിടെ ഇരുന്ന് പിറ്റേ ദിവസം രാവിലെ കഴിക്കുകയാണെങ്കിൽ ആ എരിവും പുളിയൊക്കെ നല്ലപോലെ പിടിച്ച് അപ്പോഴാണ് മീൻകറിക്ക് ശരിക്കും നല്ല ടേസ്റ്റ് ആകുന്നത്. പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മീനാണ് സാമൻ. അതിനിടയ്ക്ക് മീനുവിൻ്റെ സൗണ്ടൊന്നും കേൾക്കാതായി പോയി നോക്കിയപ്പോഴത്തേനും ചേട്ടായുടെ റൂമിനകത്ത് പോയി കഥ കടച്ച് നിൽപ്പുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ആരുടെ ശല്യമില്ലാതെ അവൾ അപ്പിടാൻ പോയി നിൽക്കുന്നതാണ്. ആ സമയത്ത് അങ്ങോട്ട് ആരും ചെല്ലുന്ന അവൾക്ക് ഇഷ്ടമില്ല. ഇത്രയും പ്രായമായിട്ട് കൊച്ചിന് പോട്ടിംഗ് ട്രെയിനിങ് കൊടുത്തില്ലെന്നാണോ? പിള്ളേരുടെ മസിൽ ഡെവലപ്മെന്റ് ഒക്കെ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പാണ് നമ്മൾ പോട്ടി ട്രെയിനിങ് കൊടുത്താൽ അവർക്ക് പിന്നീട് സ്ട്രെസ്ഫുൾ ആയിരിക്കും. മാത്രമല്ല രാത്രി ഇടയ്ക്ക് മൂത്രം ഒഴിക്കാനും പാൽ കുടിക്കാനും എഴുന്നേറ്റുകൊണ്ടിരുന്ന കൊച്ചിൻ്റെ ബ്രെയിൻ ഡെവലപ്മെന്റും ഉറക്കവും നടക്കത്തില്ല. അങ്ങനെയുള്ള പിള്ളേർ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും. അങ്ങനെ അപ്പിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒരു യോഗട്ട് കഴിക്കാൻ കൊടുത്തതാണ്. തൊട്ട് പറയാതെ തന്നെ പിന്നെയും കുളിപ്പിച്ചെടുക്കേണ്ട അവസ്ഥയായി. ഇപ്പോഴാണ് കൈ കിട്ടിയ ഒരു പെൻസിലും കൊണ്ട് കാജലൊക്കെ എഴുതുന്നതുണ്ട്. എന്നാൽ പിന്നെ ഒന്ന് സുന്ദരിയാക്കി കളയാ അല്ലേ? എങ്ങനെയുണ്ട് കണ്ടിട്ട്? ചേട്ടായിക്ക് എന്നാണേലും ഇഷ്ടപ്പെട്ടെ. അപ്പം വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടണേ. താങ്ക്